ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്ന് കുചേല ദിനമാണല്ലോ, അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് വീണ്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനും ഞാൻ അതുപോലെ കുചേല ദിന ആശംസകൾ അർപ്പിക്കുകയാണ്. എല്ലാവരും അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി ഭഗവാനെ കാണുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ ദ്വാരകയിൽ പോയി കാണുന്നതല്ലേ. തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥകളൊന്നും തന്നെ ഭഗവാനോട് പറയാതെ ചെന്ന് കുചേലൻ ഭഗവാനെ കാണുന്നു. കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് മാത്രമാണ് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ കഷ്ടപ്പാടുകൾ ഭഗവാനോട് പറയാതെ വന്നത്, ഇനി ഞാൻ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയോട് പറയും എന്ന് ചിന്തിച്ച് വളരെ വിഷമിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന കുചേലൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ മായാത്ത ഒരു ഓർമ്മയാണല്ലേ. അപ്പോൾ ഞാൻ ഈ ഭഗവാൻ പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഹൃദയവാസിയാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത്. ഹൃദയവാസിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയും, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ശ്രീകോവിലാണ്. അപ്പോൾ ദിനവും അവിടെ നമ്മൾ ചെയ്യുന്ന പൂജകൾ, അത് ഭഗവാന് നമ്മൾ അർപ്പിക്കുന്ന ഏറ്റവും വലിയ പൂജകളിൽ ഒന്നായി ഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും കഴിവിൻ്റെ പരമാവധി നന്മ നിറഞ്ഞതാവണം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ചരാചരങ്ങളിലും ഓരോ ജീവനിലും ഭഗവാനുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. ഏതൊരു വ്യക്തിയാണോ മൗനം പാലിക്കേണ്ടടുത്ത് മൗനവും, അതുപോലെ തന്നെ കല്ലും പണവും പൊന്നും എല്ലാം ഒരേ തൂക്കത്തിൽ കാണാൻ കഴിയുന്നവൻ ആരാണോ, പ്രിയമായതും അപ്രിയമായതും ഒരേപോലെ കാണുന്നത് ആരാണോ, ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ കാണാൻ സമചിത്തതയോടെ കാണാൻ കഴിയുന്നത്, അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഗുണങ്ങൾക്കും അതീതൻ, ഗുണാതീതൻ എന്ന് ഭഗവാൻ പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ നമ്മുടെ മനസ്സിന് സംതൃപ്തിയേകുന്ന കാര്യങ്ങളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഭഗവാൻ വീണ്ടും പറയുന്നു. അതായത് ഓരോ ജീവനിലും തുടിക്കുന്ന ജീവൻ്റെ അംശം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ശ്രീകൃഷ്ണ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഈ കുചേലൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വളരെ സന്തോഷകരമായ ഒരു ജീവിതം കിട്ടിയപ്പോഴും, സ്വർഗതുല്യമായ ജീവിതം ജീവിക്കുമ്പോഴും ഭക്തി ഒരിക്കലും കൈവിട്ടില്ല. ഭക്തിയോടെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ മറന്നില്ല. തനിക്ക് കിട്ടിയ സ്വത്തിൻ്റെ ഒരു വിഹിതം എന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കുചേലനും കുചേലൻ്റെ കുടുംബവും ശ്രദ്ധിച്ചിരുന്നു. മരണം വരെയും അതുതന്നെ. കുചേലൻ മോക്ഷപ്രാപ്തിയിലെത്തിയ ശേഷം കുചേലൻ്റെ ഭാര്യയും മക്കളും അതുതന്നെ പരിപാലിച്ചു പോന്നു. തങ്ങൾക്കുള്ളതിൽ ദാനധർമ്മങ്ങൾ, പ്രത്യേകിച്ച് അന്നദാനം, കുറച്ചു പേർക്ക് ഭക്ഷണം, അത് എന്നും കൊടുക്കാൻ മറന്നില്ല. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വില എന്ന് പറയുന്നത് വളരെ വലുതാണല്ലേ. നമ്മളെല്ലാവരും ഭക്ഷണവും വായുവും വെള്ളവും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ദാനധർമ്മമായി നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ ദാനമായ അന്നദാനം നമ്മൾ കൊടുക്കുക. അതും ഈ ഭഗവാൻ പറയുന്നു, ഏറ്റവും യോഗ്യമായ ഒരു വ്യക്തിക്ക്, ഏറ്റവും ആവശ്യക്കാരൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളിലേക്കായിരിക്കണം നിങ്ങളുടെ സഹായം എത്തേണ്ടത്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഇതെല്ലാം ഓരോ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. നമുക്കാരെയും നിങ്ങൾ ദാനധർമ്മം ചെയ്യൂ എന്ന് ഉദ്ഘോഷിക്കാൻ കഴിയില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഭഗവാൻ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ദാനധർമ്മം കൊടുത്താൽ നമുക്ക് ഏറ്റവും അത്യാവശ്യക്കാരനായ ഒരാളിൻ്റെ വിശപ്പെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മഹത്തരമായ പൂജ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ മറക്കാതെ എല്ലാവരും പറയുക. അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ളതും മഹാമന്ത്രമായ ഹരേ കൃഷ്ണ അതും നമുക്കുരുവിടാം. അല്ലെങ്കിൽ നാരായണ 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 എന്നുള്ള മന്ത്രങ്ങൾ പറയാം. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏതൊരു മന്ത്രവും നമുക്ക് പറയാം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും 1000 കുചേല ദിന ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവുമുള്ള ദിനങ്ങളാവട്ടെ, ആരോഗ്യവും ഉള്ള ദിനങ്ങളാവട്ടെ വരും ദിനങ്ങൾ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് അടുത്ത വ്ലോഗിലൂടെ കാണാം. ഹരേ കൃഷ്ണ.